ഒരു അടിപൊളി വണ്ടി. പുതിയ പുതിയ കാഴ്ചകളാണല്ലോ നമ്മളെ എക്സൈറ്റഡ് ആക്കുന്നത്. അത് വഴി കിടന്നിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടി. കംപ്ലൈൻറ്റ് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം, കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. വാവ്, ബൃഹത്തായ ബംഗ്ലാവാണ് ഈ കാണുന്നത്. ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നത് 5 കാറോളം ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് വൈകിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങളെ കാണിച്ചു തരണം എന്ന് ഓർത്ത് കുറച്ച് കാഴ്ചകൾ. ഒരുപാട് ഫ്ലവേഴ്സൊക്കെ വീണ് കിടപ്പുണ്ട് നിലത്തും. നല്ല രസമാണ്, മൊത്തത്തിൽ പ്രകൃതി കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് അതൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. എല്ലാ വീട്ടിലും ടുലിപ്സും അതുപോലെ വേറെ എന്തൊക്കെയോ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് സ്ഥലം മുഴുവൻ. ഫുൾ പ്രകൃതി രമണീയതയാണ് കേട്ടോ. എല്ലാ ഇലകളുടെയും ചെടികളുടെയും ഒക്കെ കളറ് മാറി. ഇതൊക്കെ നേരത്തെ ഡ്രൈ ആയി നിന്നിരുന്നതാണ്, ഇതെല്ലാം റെഡ് കളറായി. അതുപോലെ എല്ലാം ഗ്രീനറി ആയി ഫുള്ള്. നമ്മൾ പിക്ചർ പെർഫെക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വരയ്ക്കുന്ന വീടുകൾ പോലത്തെ നല്ല ഭംഗിയുള്ള വീടുകളാണ് ഫുള്ള്. ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നത് ഇവിടെ 5 കാറോളം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി, ഓരോരുത്തർക്കും ഓരോ കാറാണ്. എനിക്കിവിടെ കഴിഞ്ഞ ദിവസം ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ വഴി കിടന്നിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടി. ആക്ച്വലി അത് സ്കോഷ്യ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കിൻ്റെയാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ അടുത്തൊന്നും ഇല്ല, ഒരു 34 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചൊന്നാൽ വീക്കെൻഡ് ആകുമ്പോൾ അത് കൊണ്ട് കൊടുക്കാം. അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് പോകുന്നത് വേറെ റൂട്ടിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ജിമ്മിൽ പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ജിമ്മിൽ പോകുന്ന റൂട്ടിലാണ് അത്. പക്ഷേ കാറിന് പോകുന്നത് നമ്മൾ വേറെ റൂട്ടും നടന്നു പോകുന്നത് മറ്റൊരു റൂട്ടുമാണ്. ഈ റൂട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഫുള്ള് നല്ല മരങ്ങൾ വരി വരിയായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സൈഡിൽ ചെറിയ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നുണ്ട്, ചെറിയ വീടുകൾ. ഈ ഏരിയയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കൂടുതലും പഴയ വീടുകളാണ്. കാനഡയിലെ പഴയ വീടുകളാണ്. നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ മനസ്സിലാവും. തടിയിലാണ് ഫുള്ള് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും കൂടുതൽ വീടുകളും പഴയ രീതിയിലുള്ള നിർമ്മാണമാണ്. വലിയ ജനലുകൾ, തറയോട് ചേർന്ന് നിൽക്കുന്ന ജനലുകൾ, അതുപോലെ പൊക്കം കുറഞ്ഞ വീടുകൾ. അതാണ് ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചത്. പുതിയ തലമുറയിലുള്ള ന്യൂജൻ വീടുകൾക്കെല്ലാം കൂടുതൽ ഹൈറ്റ് ഉണ്ട്. ഈ വീടുകൾക്കൊക്കെ വളരെ പൊക്കം കുറവാണ്. ഇതെനിക്ക് തോന്നുന്നതാണോ എന്നറിയത്തില്ല, പക്ഷേ അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടായി, എനിക്കങ്ങനെ തോന്നുന്നു. ഈ ഫ്ലവേഴ്സാണ് ഞാൻ കാണിച്ചു തരണമെന്ന് ഉദ്ദേശിച്ചത്. വളരെ ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലെ നമ്മൾ അപ്പൂപ്പന്താടി പറപ്പിക്കുന്ന പോലെ ഉള്ളൊരു ചെടിയാണിത്. ഇതിൻ്റെ എന്തോ ഒരു സയൻറ്റിഫിക് നെയിമുണ്ട്, സലിംകുമാർ പറയുന്ന പോലെ. പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ ഫ്ലവേഴ്സ് ഇവിടെ മുഴുവനുണ്ട്. ഈ സീസണിലാണ് അത് ഉണ്ടാകുന്നത്. ഫുള്ള് എനിക്കൊന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം, പാടം മുഴുവൻ ഇതുപോലത്തെ ഫ്ലവേഴ്സാണ്. ഇത് ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ലാൻഡാണ്. അടിപൊളിയായിട്ടുണ്ട്. ഈ മുകളിൽ കൂടെ നിങ്ങൾക്ക് കാണാം ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അതിലെ ട്രെയിൻ പാസ് ചെയ്യുമായിരിക്കണം. ഞാൻ ഒരിക്കൽ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ, അതായത് ഇത് ശരിക്കും ഒരു കയറ്റ ഇറക്കമുള്ള ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ കയറി ഇറങ്ങി കിടക്കുന്ന കുന്നും മലകളും ഒക്കെയാണ്. അപ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ അപ്പുറത്തെ സൈഡ് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാനൊരു ദിവസം കണ്ടിരുന്നു. ഈ വഴിയുടെ സൈഡിൽ കൂടെ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട്. ആ റെയിൽവേ ലൈനിൽ കൂടെ ഒരു ട്രെയിൻ പാസ് ചെയ്യുന്ന കണ്ടിരുന്നു. പക്ഷേ അതല്ലാതെ വേറെ ഞാൻ കണ്ടിട്ടില്ല, അടുത്ത് വന്നപ്പോഴൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഇതിലെ റെയിൽവേ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അത് ചിലപ്പോൾ റോഡ് ക്രോസ് ചെയ്ത്, അതായത് ട്രാഫിക്കിലെ റോഡ് ക്രോസ് ചെയ്താണ് പോകുന്നത്. അതെങ്ങനെ അവർ അന്നേരം ട്രാഫിക് മാനേജ് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. അത് നോക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഡയറക്റ്റ് അനുഭവം ഉണ്ടാകാത്തതുകൊണ്ട് ഇനി ഞാനത് കാണുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ എടുത്ത് ഇടാൻ കേട്ടോ, എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട്. ചെറിയ ഗ്രാമവും അല്ലെങ്കിൽ നഗരവും വന്യതയെ ഒരുമിച്ച് കിടക്കുന്നതെന്ന് പറഞ്ഞ പോലെയാണ്. ഒരു സൈഡിൽ കാടും മറു സൈഡിൽ നല്ല നല്ല ചെടികളും വീടുകളും. പെട്ടെന്ന് നമ്മൾ അവിടുന്ന് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ കാണുന്നത് ഏറ്റവും മോസ്റ്റ് മോഡേൺ കാറുകളും വീടുകളും ഒക്കെ ആയിരിക്കും. ഒരു സൈഡിലാണെങ്കിൽ ഫുള്ള് ഇതുപോലത്തെ കാടുകളും. നല്ല രസമുണ്ട് ഇത്. പക്ഷേ സത്യം പറഞ്ഞാൽ ജീവിക്കാൻ നല്ല രസമുള്ള സ്ഥലമാണ്. നമുക്ക് സമാധാനമുണ്ട്, സന്തോഷമുണ്ട്.
നമുക്ക് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമുണ്ട്. പിന്നെ അതുപോലെ കയ്യിൽ പൈസ വേണം തോന്നുന്നു നല്ലപോലെ. ഞാനിപ്പോൾ വന്നിട്ട് അധികം ആയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അധികം ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ എന്നാലും ചിലവുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് അധികം പുറത്തേക്കൊന്നും പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ല, അല്ലെങ്കിൽ എല്ലാ വീക്കെൻഡും ഔട്ടിങ് പോകുന്ന ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ സുഖമായി ജീവിച്ചു പോവാം. അല്ലാത്ത ഒരാൾക്കാരാണെങ്കിൽ ചിലപ്പോൾ സേവിങ്സിനായിട്ടൊന്നും കാണണം എന്നില്ല. അങ്ങനെ ഒരു രീതിയാണ്. പിന്നെ ഇവർക്ക് ആ രീതിയാണല്ലോ കൂടുതൽ ഇഷ്ടവും ജീവിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ കുന്നും മലകളും ആണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കി. ഇപ്പം അങ്ങോട്ട് നോക്കിയാൽ കാണാം ഒരു ഇറക്കമാണ്. അത് കഴിഞ്ഞ് വീണ്ടും അത് കുന്നാവും. അങ്ങേ അറ്റത്തൊരു വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഒരു മലയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ കയറി ഇറങ്ങിയുള്ള പ്രദേശങ്ങളാണ് ഇവിടെ കൂടുതലും. ഈ വഴി ഞാൻ നേരെ ചെന്ന് കയറുന്നത് ഒരു ഹൈവേയിലായിട്ടാണ്. കിങ് ജോർജ് ഹൈവേ എന്നാണ് പേര്. ഇത് കണ്ടോ, ആ വീടിൻ്റെ മുമ്പിൽ ഒരുപാട് റെഡ് കളറിലുള്ള പൂക്കൾ നിൽപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഇന്ത്യൻ്റെ വീടാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള പൂക്കൾ. അതുപോലെ എന്ത് ചെടിയാണെന്ന് അറിയത്തില്ല, ഇതിൻ്റെ പേരറിയാവുന്നവരൊക്കെ പറഞ്ഞു തരണം കേട്ടോ. ഞാൻ കാണുന്നതെല്ലാം അങ്ങ് ഷൂട്ട് ചെയ്യുകയാണ്. അത്ര ഭംഗിയാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ എവിടെ ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിമാണ്. അതുകൊണ്ട് എല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്ത് പോവാണ്. ഈ സൈഡിൽ കാണുന്നത് വേറൊരു രീതിയിലുള്ള വീടുകളാണ്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള വീടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ രണ്ട് വീടുകൾ, ഇപ്പം 506ഉം 507ഉം രണ്ട് വീടാണ്, രണ്ട് പേരായിരിക്കും താമസിക്കുന്നത്. പക്ഷേ ആ വീടുകൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും പുറമേ നിന്ന് നോക്കുമ്പോൾ. വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം. കിളികളുടെ കരച്ചിലുകളും അത് മാത്രമേ ഉള്ളൂ കേൾക്കാനായിട്ട്. ഉണ്ട്, കാറിൻ്റെ ശബ്ദമുണ്ട് കാറില്ലാത്തപ്പോൾ. ഒരു ബൃഹത്തായ ബംഗ്ലാവാണ് ഈ കാണുന്നത്. ഇന്ത്യൻ്റെ ആണ് ഈ വീട്. കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പം പുള്ളി അവിടെ നിന്ന് പുള്ളിയുടെ കാറ് കഴുകുന്നത് ഞാൻ കണ്ടായിരുന്നു. അടിപൊളി വീടാണ്, നല്ല ഭംഗിയുണ്ട്. നല്ല ഏരിയയിലാണ് ഇത് ഇരിക്കുന്നത്. ടൗണിനോട് ചേർന്നാണെന്ന് ചോദിച്ചാൽ സിറ്റിയിലേക്ക് ഈസി ആക്സസ് ആണ്. അതുപോലെ പ്രകൃതിയുടെ ഭംഗി ഫുള്ള് കാണുകയും ചെയ്യാം. അതുപോലൊരു സ്ഥലത്താണ് ഈ വീടിരിക്കുന്നത്. നമ്മൾ ഈ റോഡ് നടന്ന് കയറി ചെല്ലുന്നത് ഒരു ഇൻ്റർസെക്ഷനിലേക്കാണ് കേട്ടോ. ആ ഇൻ്റർസെക്ഷനിൽ നിന്ന് എനിക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. ഞാൻ സാധാരണ ജിമ്മിൽ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ ഇത്തവണ വേറൊരു റൂട്ട് പിടിക്കുക. ഞാൻ ആ റൂട്ടിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പം അതൊന്ന് കാണാൻ ഞാനും എക്സൈറ്റഡ് ആണ്. ഓരോ വഴി പോകുമ്പോഴും പുതിയ പുതിയ അനുഭവങ്ങളും കാഴ്ചകളുമാണ് ഇവിടെ. കുറേ സ്ഥലമൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കും, പക്ഷെ കൂടുതൽ സ്ഥലങ്ങളും വ്യത്യസ്തമാണ്. അത് നമ്മളെ യാത്രയെ എക്സൈറ്റഡ് ആക്കുമല്ലോ. അതിപ്പോൾ നമ്മൾ എവിടെ പോയാലും അങ്ങനെ, നമ്മൾ പുതിയ പുതിയ കാഴ്ചകളാണല്ലോ നമ്മളെ എക്സൈറ്റഡ് ആക്കുന്നത്. അതുപോലെ തന്നെ ഈ കാഴ്ചകൾ നമ്മളെ എക്സൈറ്റഡ് ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നടന്നു നോക്കാം. ഒരു അടിപൊളി വണ്ടി, നല്ല രസമുണ്ട് കാണാനായിട്ട്. വൈകിട്ട് അപ്പൂപ്പൻ ചില്ല് ചെയ്യാൻ ഇറങ്ങിയതാട്ടോ. അടിപൊളി സ്ഥലം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടെ റോഡിന് കുറുകെ റെയിൽവേ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. പക്ഷേ ഇത് ഇവിടെ എങ്ങനെയാണ് സിഗ്നൽ മാനേജ് ചെയ്യുന്നതെന്ന് മാത്രം ഒരു ഐഡിയ ഇല്ല. ഇവിടെ സിഗ്നൽ കാണുന്നുണ്ട്, ബട്ട് അത് എങ്ങനെയാണ് ഇവിടെ ക്രോസിങ് അങ്ങനെ ക്ലോസ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. വലത് സൈഡിൽ കാണുന്നത് എന്തോ കോളേജോ യൂണിവേഴ്സിറ്റിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കുട്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ കോളേജാണെന്ന് തോന്നുന്നു. എൻ്റെ സൈഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ. മുഴുവൻ പുല്ലുകളൊക്കെ നട്ടുപിടിപ്പിച്ച് മരങ്ങളൊക്കെ കൃത്യമായ നിരക്കി വെച്ചിട്ട് അതൊക്കെ വെട്ടി നിർത്തി, അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അന്തരീക്ഷമാണ്. ഇന്ന് ക്ലൈമറ്റും അടിപൊളിയാണ്. നിങ്ങൾക്ക് ആകാശം കണ്ടാൽ അറിയാം, നല്ല ഭംഗിയുള്ള ക്ലൈമറ്റാണ്. പിന്നെ ഞാനിപ്പോഴാണ് സത്യം തിരിച്ചറിഞ്ഞ് ഇവിടെ നടക്കാനൊരു വഴിയുണ്ട്. ക്രോസ് ചെയ്ത് നോക്കട്ടെ. വാവ്, ചെറിയ കുളവും അതുപോലെ അവിടെ കുറേ പക്ഷികളുണ്ട്, ചെറിയ താറാവുകളൊക്കെ ഇരിപ്പുണ്ട്. ഒരു ചേട്ടൻ അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. വന്യജീവി ഫോട്ടോഗ്രാഫറാണ്. വന്യജീവി അല്ല, പക്ഷി നിരീക്ഷകനാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഫോട്ടോ എടുക്കുന്നുണ്ട്. പുള്ളി ശല്യപ്പെടുത്തണ്ട. ഏതെങ്കിലും ഫ്രെയിം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ ചെന്ന് വിളിക്കുമ്പോൾ അതെങ്ങാനും പറന്നു പോയാൽ പുള്ളിയുടെ ഐഡിയയും കൂടെ കൊള്ളേണ്ടി വരും. കാനഡയിൽ വന്നിട്ട് സായിപ്പിൻ്റെ ഇടി കൊള്ളണ്ടെന്നുള്ളതുകൊണ്ട് ശല്യപ്പെടുത്താതെ നമുക്ക് പോവാം.
ക്യാമറയ്ക്ക് ബാറ്ററി കുറവായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എടുത്ത് വെച്ചതാണ്. പക്ഷേ ഈ ഭംഗി നിങ്ങളെ കാണിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. ഇതൊരു ലൈബ്രറിയുടെ പ്രിമിസാണ്, ന്യൂട്ടൺ ലൈബ്രറി. ഇവിടെ എനിക്ക് തോന്നുന്നു എന്നോട് എൻ്റെ അവിടെ ഹൗസിൻ്റെ ഓണർ പറഞ്ഞായിരുന്നു ഓൾറെഡി ഇതിൻ്റെ കാര്യം. ഇവിടെ ഫ്രീ ആണ് മെമ്പർഷിപ്പ്, ഏത് ബുക്ക് വേണമെങ്കിലും നമുക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് വരാം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഞാൻ ലൈബ്രറി പോകുന്ന വീഡിയോ ചെയ്യാം. ഇതാണ് സംഭവം. ഇവിടെയും കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് നോക്കിയാൽ നല്ല റെഡ് കളറിൽ, സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ പ്ലാസ്റ്റിക് പൂവാണെന്ന് വിചാരിച്ചു. അതുപോലെ പെർഫെക്ഷനാണ് ഇത് നിൽക്കുന്ന കാണാൻ. നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ക്യാമറയിൽ എനിക്ക് അതിൻ്റെ ഒരു ഡെപ്ത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. കുറച്ചുകൂടെ ബെറ്റർ ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗി കിട്ടിയാനേന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ബാങ്ക്, സ്കോഷ്യ ബാങ്ക്. ഇവിടെ നൊവാ സ്കോഷ്യ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആയിരിക്കും ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അതുകൊണ്ടായിരിക്കും സ്കോഷ്യ ബാങ്ക് എന്നിട്ടേക്കുന്ന പോലെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ആദ്യം കാർഡ് റിട്ടേൺ ചെയ്യണം. ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ആണ്, 2 സ്റ്റാർ ഔട്ട് ഓഫ് 5. അതുകൊണ്ട് കാർഡ് വലിച്ച് മുഖത്തോട്ട് എറിയുമോയെന്ന് അറിയത്തില്ല. എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ. പോയി കാർഡ് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി തിരിച്ചിതേ വഴി തന്നെ നടക്കണം. അപ്പോൾ വേറെ എന്തെങ്കിലും നല്ല സീനറീസൊക്കെ കാണുവാണെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് വെക്കാം. സംഭവം വളരെ സിമ്പിളായിരുന്നു. ഞാനവിടെ ചെന്ന് കാർഡ് കൊടുത്തപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾറെഡി എനിക്ക് തോന്നുന്നു അവർ കംപ്ലയിൻറ്റ് എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം, കാർഡ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് കിട്ടിയല്ലോ, കൊണ്ട് തന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംഭവം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് ഇറങ്ങി. ഇനി നേരെ തിരിച്ച് വീട്ടിൽ പോകണം. ഫോണിന് ചാർജ് വളരെ കുറവാണ്. അപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കണ്ടാലും നല്ല വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ബട്ട് ഐ വിൽ ട്രൈ. അപ്പോൾ അത്രേ ഉള്ളൂ. എൻ്റെ സത്യസന്ധത കാണിക്കുന്ന ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അപ്പോൾ അത് തന്നെ ഉള്ളൂ. ബൈ ബൈ.